നമസ്കാരം. ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയുടെ ചുരുളഴിയിക്കാനായി CBI അന്വേഷണം വേണമെന്ന ശക്തമായ ആവശ്യവുമായി PP ദിവ്യ രംഗത്ത് നിൽക്കുന്നു. എന്നാൽ PP ദിവ്യയേക്കാൾ ഉപരി ഈ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്നും പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം കൊണ്ടുപോകുന്നുവെന്നും കുടുംബത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആദ്യം പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നു. ഇപ്പോൾ സർക്കാരും കോടതിയിൽ അതേ നീക്കം തന്നെയാണ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടിലടച്ച തത്തയെന്നാണ് MV ഗോവിന്ദൻ CBIയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ CBI അന്വേഷണം വന്നാൽ പല കാര്യങ്ങളിലും പല ചോദ്യങ്ങൾക്കും പല സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം കിട്ടുമെന്ന ഭീതി ഒരുപക്ഷെ ഈ അവസരത്തിൽ CPI നേതാക്കളെ കൂടി അലട്ടുന്നുണ്ടാവും അല്ലേ സാർ? നമസ്കാരം. തീർച്ചയായിട്ടും ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പല കേസുകളിലും അവർ പക്ഷപാതിത്വപരമായി നോക്കുകയോ അല്ലെങ്കിൽ നീണ്ടുകൊണ്ടുപോവുകയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇന്ത്യൻ CBI 100% അങ്ങനെ ശുദ്ധമല്ല. പക്ഷേ എങ്കിൽ പോലും മറ്റൊരു സംവിധാനം നമ്മുടെ മുന്നിലില്ല. കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് അങ്ങനെയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ CBI എന്ന് പറയുന്നത്. പക്ഷേ CBIക്ക് പോകുന്നതിന് മുമ്പേ കേരള സർക്കാർ തന്നെ ഇതുപോലൊരു കേസുണ്ടായാൽ അന്വേഷിക്കുമ്പോൾ ഏറ്റവും അന്വേഷണത്തിൽ തൃപ്തി വരേണ്ടത് മറ്റാരേക്കാളും ഫാമിലിക്കാണ്, അവരുടെ കുടുംബത്തിനാണ് തൃപ്തി വരേണ്ടത്. അപ്പോൾ കുടുംബം ഞങ്ങൾക്ക് തൃപ്തികരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഈ തൃപ്തി വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു നാൾ വഴി നോക്കിയിട്ടാണ്. തെളിവെടുപ്പ്, അതുമായി അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട തെളിവെടുക്കുന്ന കാര്യങ്ങൾ, FIR തുടങ്ങിയാൽ FIR, തെളിവെടുപ്പ്, മൊഴിയെടുക്കൽ, ബന്ധപ്പെട്ട ഫോൺ പിടിച്ചെടുക്കൽ, പിന്നെ CCTV നോക്കൽ, ഇങ്ങനെ അതിനൊരു ക്രോണോളജി ഉണ്ടല്ലോ. ഒരു കേസ് അന്വേഷണത്തിന് പോലീസിന്റെ സംവിധാനം അനുസരിച്ചുള്ള ക്രോണോളജി ഉണ്ട്, ഒരു നാൾ വഴിയുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് നാട്ടുകാരും ഒക്കെ ഇത് ആവശ്യപ്പെടുന്നത്. ഇപ്പം അത് വഴിമുട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം വഴിമുട്ട് നിന്നപ്പോൾ PP നമ്മുടെ ഇവരുണ്ടല്ലോ, ദിവ്യ ഉണ്ടല്ലോ, ദിവ്യയും ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഇത് കുറച്ച് സീരിയസ് ആയി തെളിയണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവർ അത് പറഞ്ഞു എന്നുള്ളതിനപ്പുറം മറ്റവർക്ക് റോളും ഇല്ല എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സർക്കാർ നിലപാടെടുക്കുമ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി ആ നിലപാട് പറഞ്ഞു. അത് തന്നെ ശരിയായൊരു നടപടിയല്ല. കാരണം കോടതിയിലിരിക്കുന്ന ഒരു കേസിൽ പിന്നെ സർക്കാരിൻ്റെ ഒരു നിലപാട് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞാൽ CBIയെ കുറിച്ച് ഒരു മോശമായ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടി ഭരിക്കുന്ന ആ സെക്രട്ടറിയുടെ പാർട്ടി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിഫ്ലക്ട് ചെയ്യുമല്ലോ, അതിൻ്റെ തീരുമാനങ്ങളെ റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് CBIക്ക് തീർച്ചയായിട്ടും CBI പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്നുള്ള നിലയിൽ എത്ര അത് കൂട്ടിലടച്ചതാണെങ്കിലും എത്ര കുറവുകളുണ്ടെങ്കിലും രാജ്യത്ത് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനം എന്നുള്ള നിലയിൽ തീർച്ചയായും CBI ചർച്ചകളിലൂടെ ആദ്യം തന്നെ പോലീസ് അന്വേഷണത്തിലൂടെ എത്തില്ല. അതെ, പോലീസ് അന്വേഷണത്തിൽ നമ്മളാണ് പറഞ്ഞത്. അത് അപ്പൊ അത് വീട്ടുകാർ പോലും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ പിന്നെ വീട്ടുകാർ അതിനകത്ത് ബോധ്യപ്പെട്ട് അവരും വിശ്വസിച്ചു. കുറച്ച് ദിവസം ആയല്ലോ, അവരും വിശ്വസിച്ചു, അവരെ ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് തെളിവെടുക്കുന്നില്ല, മൊഴിയെടുക്കുന്നില്ല, പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും അത് എന്തായാലും പോകുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കളക്ടർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതെ, കളക്ടർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കേസിൽ സ്റ്റേറ്റ് അന്വേഷിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നും ബുദ്ധിമുട്ടാണ്. സെൻട്രൽ അന്വേഷിച്ചാൽ പോലും കളക്ടർക്ക് വേണമെങ്കിൽ സിവിൽ സർവീസ് എന്നുള്ള നിലയിൽ പലതിനെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ സ്റ്റേറ്റ് അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള സംശയം. പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കേരള പോലീസാണ് അന്വേഷിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത്, തലപ്പത്തിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ പാർട്ടിക്കെതിരായിട്ടുള്ള, പാർട്ടിയിലെ തന്നെ ഉന്നത നേതാവിനെതിരായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം, ഒരു നീതി പുലർത്തുമോ എന്ന കാര്യത്തിലുള്ള സംശയം ഉറപ്പായും ഇതേ പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ടാകുന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കുടുംബത്തിന് മാത്രമല്ല, അവിടുത്തെ പാർട്ടി, പത്തനംതിട്ടയിലെ CPMന്റെ നേതാക്കൾ ഒന്നടങ്കം ഈ സംവിധാനത്തിൽ ഇങ്ങനെ പോകുന്നതിലും ഈ പിന്നെ ഇഴഞ്ഞു പോകുന്നതിലും കേസ് ഇങ്ങനെ വഴിമാറി പോകുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വയ്ക്കുന്നത് CIT-ന്റെ നേതാവ് മോഹനൻ, മലയാളപ്പുഴ മോഹൻ സ്ഥിരമായ ചാനലുകളിൽ എന്ന് പറയാറുണ്ട്. പുള്ളികൾ ലിമിറ്റ് വിട്ടും പറയാറുണ്ട്. ഒരു പാർട്ടി ഘടകത്തിനകത്ത് നിൽക്കുന്ന ലിമിറ്റ് വിട്ടും പുള്ളി പറയാറുണ്ട്. അത് ഈ പ്രശ്നത്തിന്റെ ഗൗരവമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആദ്യം മുതലേ പറയുന്നു, കുടുംബം പറയുന്നു, പത്തനംതിട്ട പാർട്ടി ഒന്നടങ്കം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പിന്നെ തീർച്ചയായും അത് പരിശോധിക്കുകയും അത് അങ്ങനെ ഒരു പോകേണ്ട കേസായിരുന്നില്ല. CBI അന്വേഷിക്കട്ടെ എന്ന് വിചാരിക്കാവുള്ളൂ. അന്വേഷിച്ച് എന്താ ശരിയായ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പത്തനംതിട്ടയിലെ ഇപ്പോ ജില്ലാ ഘടകം CPM നേതാക്കളൊക്കെ തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇതിലിപ്പോഴും കൃത്യമായ, അതായത് അന്വേഷണ റിപ്പോർട്ടൊക്കെ തന്നെ മേശപ്പുറത്തിരിക്കുന്നു, നവീൻ ബാബു അഴിമതിക്കാരനല്ല എന്നുള്ള കൃത്യമായ തെളിവിരിക്കുന്നു. എന്നിട്ട് പോലും പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, അതായത് റിസൾട്ട് വരാനായി ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം
പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ജയരാജൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണം, നവീൻ ബാബുവിന്റെ കയ്യിൽ കറ പുരണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് അവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി പിന്നീട് ചിത്രീകരിച്ചുകൊണ്ട് കേസ് എങ്ങനെയും കേസ് ഫയൽ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം പോലും ഒരു ഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരു സമ്മർദ്ദമുണ്ടായി എന്ന വാർത്ത പോലും പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു മാനസാന്തരം വന്നത്, അല്ലെങ്കിൽ ഇതിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കും, ഏത് വിധേനയും തന്റെ ഭർത്താവിനെ അപകീർത്തിപ്പെടുത്തി കേസ് അവസാനിപ്പിച്ച് കൊണ്ടുപോകുക എന്ന രീതിയിലൊക്കെ തന്നെ വാർത്ത പ്രചരിച്ചിരുന്നു. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് വേണ്ട വിധത്തിലുള്ള അന്വേഷണം നടന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, അതിനുശേഷമുള്ള CCTV ദൃശ്യങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെത്തി, അതിന്റെ CCTV ദൃശ്യങ്ങളെ കുറിച്ചുള്ള ക്ഷേത്രത്തിൽ പോയി എന്ന് പറയുന്നു. ഈ സമയം അദ്ദേഹം ആ സമയം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ആരുടെ ഒപ്പമായിരുന്നു, എന്താണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തിരിച്ചു മേടിച്ചു കൊടുത്തിട്ടായിരിക്കും പോയത്. പിന്നെ തിരിച്ച് ആരെയും എന്തായാലും വീട് പൂട്ടിയാണ് പോകുന്നതിന് താക്കോൽ കൊടുത്തിട്ടായിരിക്കും പോയത്. പിന്നെ വീടിനകത്ത് കാരണം താക്കോൽ വേണം. അപ്പൊ ആരെന്ന് തിരിച്ചു മേടിച്ചു? ഇതങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ചുണ്ട്. ആ കേസിന്റെ അടിമുടി അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, പരസ്പര ആരോപണം ഉന്നയിക്കുകയാണ്. പാർട്ടി പറയുന്നു ഇദ്ദേഹം അഴിമതിക്കാരനാണോ എന്നുള്ളത് കൂടുതൽ തെളിയിക്കപ്പെടണം. ഇപ്പുറത്ത് പറയുന്നു, പിന്നെ ഇവരുടെ വീട്ടുകാരുൾപ്പെടെ പറയുന്നു കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്നെ ഇടപെടൽ പരിശോധിക്കണം. അപ്പൊ അങ്ങനെ ആകെ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യം പിന്നെ CBIക്ക് ഇന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത് നല്ലതല്ലേ? പിന്നെ വേറൊരു ആംഗിൾ നമ്മൾ ചിന്തിച്ചാൽ അതൊരു എന്താ പറയുക, വേറെ തമാശ രൂപത്തിൽ ചിന്തിച്ചാൽ അത്ര പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ CBI അന്വേഷിക്കുന്ന പ്രോംപ്റ്റ് അല്ല തത്തയൊക്കെ പോലെ അവരത്ര പ്രോംപ്റ്റ് അല്ലേ, പിന്നെ ഇവിടെ പേടിക്കാനുമില്ലല്ലോ, രക്ഷപ്പെടുമല്ലോ നമ്മൾ. അത്ര പ്രോംപ്റ്റ് അല്ലാത്തൊരു ഏജൻസി ആണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് വിട്ടൂടെ? അപ്പൊ അങ്ങനെയല്ല, ഇവിടെ പ്രോംപ്റ്റ് അല്ല, കാര്യങ്ങളല്ല നമുക്ക് പറയാൻ കഴിയും. കേരള പോലീസിന് ഒരുപക്ഷെ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ കാണും, നല്ല സമ്മർദ്ദം, പല രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ CBI സംബന്ധിച്ച് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ, നിഷ്പക്ഷമായി തന്നെ അന്വേഷിച്ചു. തീർച്ചയായും നിഷ്പക്ഷമായി അന്വേഷിക്കാം. അതിപ്പോ എന്തായിരുന്നാലും പൊളിറ്റിക്കലായിട്ടുള്ള പല കേസുകളിലുമാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും സമ്മർദ്ദമൊക്കെ അവർ വരുന്നത്. പൊളിറ്റിക്കൽ സ്കാമുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ്, അഴിമതി, പൊളിറ്റിക്കൽ സ്കാം, ഇതൊക്കെ നോക്കിയെടുത്താണ് CBIക്ക് അങ്ങനത്തെ കുറെ പ്രശ്നം. അല്ലാതെ ഇതുപോലത്തെ ആത്മഹത്യ, കൊലപാതകം, ഈ കേസൊക്കെ പരിശോധിക്കുന്നതിൽ കുറെ കൂടി അവർ മെച്ചമാണ്. അപ്പം വേറെ സംവിധാനമില്ല നമ്മുടെ രാജ്യത്ത്, സംവിധാനമില്ല, പൂർണ്ണമായും അടച്ചാക്ഷേപിക്കാൻ കാരണം വേറെ സംവിധാനം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അപ്പോൾ ഉള്ളതിൽ മെച്ചപ്പെട്ട സംവിധാനം അവരാണ്. ആ മെച്ചപ്പെട്ട സംവിധാനത്തെ കൊണ്ടുവരണമെന്ന് വീട്ടുകാർ അടിമുടി ആവശ്യപ്പെടുന്നു. നേരത്തെ അവർ ആവശ്യപ്പെട്ടിരുന്നില്ല. അവർ ഇതിൽ കേരളത്തിന്റെ അന്വേഷണത്തിൽ അവർ തൃപ്തിയായിരുന്നു. ഇപ്പൊ പക്ഷെ അവർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സർക്കാർ അത് പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. ഇനി നാളെ കോടതി എന്താണ് പറയുക എന്നറിയില്ല, അതൊരു വിഷയം. എന്ന് വെച്ചാൽ അടഞ്ഞു പോയിട്ടുമില്ല കേസ്. ഇപ്പം നാളെ കോടതി പറയണം CBI അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ അടുത്ത ഘട്ടത്തിലും മുകളിലോട്ട് പോകാൻ കഴിയും. കാരണം ഇത് ശരിയായി പോകണം എന്നുള്ളത് ഒരു ആവശ്യകതയുണ്ട്. ഒരു ഉദ്യോഗ സംവിധാനത്തിന് മൊത്തം ഇതിന്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ പൊളിറ്റിക്കൽ സ്ഫിയറിലായാലും സോഷ്യൽ സ്ഫിയറിലായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കൃത്യമായ നടപടികളും ശിക്ഷകളും അന്വേഷണമൊക്കെ നടക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ ആളുകൾക്കതിൽ വിശ്വാസം ഇല്ലാതെ വരും. നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ സ്വസ്ഥമായി ഇരുന്നത് ചാനലിൽ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തൊരു പട്ടാളത്തിന്റെ ഒരു സംവിധാനവും പോലീസും ക്രമസമാധാനവും അതിന് മന്ത്രിയും സംവിധാനവും ഒക്കെ ഉണ്ടെന്നുള്ള സുരക്ഷിതത്വ ബോധത്തിലാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി സഞ്ചരിച്ച് പോകുന്നത്. അതില്ല എന്ന് വന്നാലോ നമ്മൾ കോടതിയിൽ പോയാലും കിട്ടുന്നില്ല. കോടതി അല്ലെങ്കിൽ കോടതിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, സംവിധാനങ്ങളെ കുറിച്ചുണ്ട്, CBI എല്ലാം ഉണ്ട്. അപ്പം പണമുള്ളവർ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്. അപ്പോൾ പരമാവധി നീതി കിട്ടുക, നീതി കിട്ടുന്നു എന്ന് മാത്രമല്ല, നീതി കിട്ടുന്നു എന്ന് ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കിട്ടണം. അതാണ് പ്രധാനം. പൊതുസമൂഹത്തിന് കിട്ടേണ്ടത് നമുക്ക് സുരക്ഷിതമായി താമസിക്കാം. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷിതമായി നമ്മുടെ കൂടെ ഗവൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ കോടതി ഉണ്ട് എന്നൊരു തോന്നൽ സാധാരണ പൗരനുണ്ടാവണം. തെറ്റ് ചെയ്യുന്നവർക്കുണ്ടാവണം ഒരു ബോധ്യം. ശിക്ഷ കൃത്യമായി കിട്ടും. അത് കോടതി വഴി പോയാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഗവൺമെന്റ് നമ്മളെ കൂടെ ഇല്ല, പാർട്ടിയും കൂടെ ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ. ഇപ്പൊ രണ്ട് സന്ദേശം പോകണം. ഒന്ന് നിയമവ്യവസ്ഥയുടെ സന്ദേശം സാധാരണ ജനങ്ങൾക്ക് കിട്ടണം. ആ നിയമവ്യവസ്ഥ നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തെറ്റ് ചെയ്യുന്നവർക്ക് കിട്ടണം. പക്ഷെ ഇതെല്ലാം ഇല്ലാതായ രീതിയിലാണ് പല ചർച്ചകളും. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നു. ഈ കാണുന്ന പ്രേക്ഷകർക്ക് മറ്റ് തരത്തിലുള്ള ഉന്നത ബന്ധങ്ങളുള്ളവരായിരിക്കത്തില്ല, സാധാരണ ജനങ്ങളാണ്. അപ്പോൾ ഇത്രയും ഉന്നത ബന്ധങ്ങളും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും നീതി ലഭിക്കുന്നില്ല. ഒരു ADM ആണ്, ജില്ലയുടെ ഒരു മേധാവി കൂടിയാണ്. അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കും. അവർ ആ ചോദ്യം ഉള്ളിലെങ്കിലും ചോദിക്കും. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് താമസിച്ചിട്ട് ഒരു ADM-നെ പോലുള്ള ഒരാളിന് ഇത്രയും സ്വാധീനമുള്ള, ഭാര്യയ്ക്ക് ജോലിയുള്ള, നല്ല സമ്പന്ന കുടുംബമായിരിക്കുമല്ലോ, അത്യാവശ്യം ജോലി രണ്ടുപേർക്കും ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാശൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ പെട്ട ഒരു ആളിന്, ഒരു ADM-ന് ഇങ്ങനെയാണ് നീതി കിട്ടുന്നതെങ്കിൽ
നീതി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ അതും സഹോദരൻ ഹൈക്കോടതി അഭിഭാഷകൻ വളരെ രൂപത്തിൽ വലിയ ഫാമിലി അല്ലേ അവർ. അപ്പൊ അത്രയും വലിയൊരു ഫാമിലിയിൽ ഒരാളിന് നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നീതി നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരു സാധാരണ മനുഷ്യൻ മരിച്ചു പോയാൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് വരും. അത് ഇങ്ങനെ വരുന്നതുകൊണ്ട് രാജ്യത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു ചില സംവിധാനങ്ങളുമായിട്ട് ചേർത്തിനെ വായിക്കണം. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 60% പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 60% പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് ജനാധിപത്യത്തോടുള്ള വിശ്വാസ്യത വരുന്നത് എപ്പോഴും അവർ കൂടുതൽ സുരക്ഷിതവും സ്വസ്ഥവും സമാധാനത്തോടു കൂടി താമസിക്കുമ്പോഴാണ് അവർക്ക് ഇതിനോടൊക്കെ ഒരു റെസ്പെക്ട് വരുന്നത്, സിസ്റ്റത്തോട് റെസ്പെക്ട് വരുന്നത്. സിസ്റ്റത്തോട് റെസ്പെക്ട് വരുമ്പോഴാണ് അവർ കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വളരെ ഇന്റർ കണക്റ്റാണ്. നമ്മൾ സമഗ്രമായി പരിശോധിച്ചാൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആ സംവിധാനത്തോട് എപ്പോഴും റെസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു ആദരവും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ അവർ റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരവരെ കാര്യം നോക്കും. അവർ പണം ഉണ്ടാക്കാനും അവർ ചിലപ്പോൾ ചിലർ ഇപ്പം നോക്കും. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, CCTV ക്യാമറ ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? ഒരു രാജ്യത്ത് CCTV ക്യാമറകൾ കൂടുതൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാജ്യം സുരക്ഷിതമാണെന്നാണോ അരക്ഷിതമാണെന്നാണോ? അരക്ഷിതമാണെന്നാണ്. ഈ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു 120 രാജ്യങ്ങളിൽ പോയ ഒരു വനിതയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നോർവേയിലും ഫിൻലാൻഡിലും വഴി അവർക്ക് ഏത് രാത്രിയും സ്ത്രീക്ക് ഇറങ്ങി നടക്കാം. അതാണ് സുരക്ഷിത രാജ്യം. ഇത് സകലവിധ പട്ടാള ചിട്ടയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമറയും എല്ലാം വെച്ച് ഇങ്ങനെ ഞെരുങ്ങി ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സുഖമുള്ള അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്കൊരു അരക്ഷിത ബോധം വരാതിരിക്കാൻ അവർ കൂടുതൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വീടുകളിൽ പെട്ടിക്കടയിൽ പോലും ഇപ്പം എന്ത് വെച്ചിരിക്കുന്നു? ക്യാമറയുണ്ട്. കാര്യം പേടിച്ചിട്ട് വെക്കുന്നതാണ്, പേടിച്ചവർ വെക്കുന്നതാണ്. കാരണം ഇത് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പം ആ രീതിയിൽ ഇപ്പൊ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ തമ്പാനൂർ, പണം അടയ്ക്കാതെ ആരും പോകരുത്. ഏത് ബില്ല് ക്യാമറ പിടിച്ചാൽ ഞങ്ങൾ ഇത് സ്വകാര്യ ചാനലുകൾ വഴി ലോകത്തേക്ക് വിടും, പരസ്യം ചെയ്യും, എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഹോട്ടലിൽ പോയ പൈസ അതായത് ആഹാരം കഴിച്ചാൽ ഭയന്നായിരുന്നാലും കാശ് കൊടുത്തേ. അപ്പൊ വേറൊരു കൾച്ചറിലേക്ക് പോകും. സൊസൈറ്റിയിലൊരു സംഘർഷം ഉണ്ടാവും. ഈ സിസ്റ്റത്തിനോട് ആളുകൾക്ക് വിശ്വാസമില്ലാതെ വന്നാൽ, കോടതിയോട് വിശ്വാസമില്ലാതെ വന്നാൽ, ഭരണ സംവിധാനങ്ങളോട് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വന്നാൽ, ഇത് പിന്നെ രാജ്യത്ത് മറ്റു പല സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ വിശ്വാസമില്ലാതെ വരുന്നത് ഇതുപോലത്തെ കേസുകളിൽ, പ്രശ്നങ്ങളിൽ നീതിപീഠത്തിൽ നിന്നും സർക്കാരിൽ നിന്നും കൃത്യമായ നീതി ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന ജനങ്ങൾ നടത്തും. ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ജനങ്ങൾ കൂടുതൽ അരക്ഷിതബോധത്തിലേക്ക് പോകുന്നത്. അത് നല്ല ലക്ഷണമല്ല. അപ്പോൾ തെറ്റ് ചെയ്താൽ പാർട്ടിക്കാരും രക്ഷിക്കാൻ പാടില്ല. നമ്മുടെ പാർട്ടിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് സ്ഥാനമില്ല. നല്ല മെസ്സേജ് അല്ലേ? പിന്നെ ആരും കയറി വേലാണിക്കില്ലല്ലോ. അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. അത് അങ്ങനെയാണ്. അപ്പൊ ഈ ചെറിയ അല്ല, ഇന്നലെ വരെ നമ്മളെ കൂടെ നിന്നാൽ നല്ലത്, അപ്പുറത്തുനിന്ന് നമ്മളെ കൂടെ വന്നാൽ നല്ലത്, പുറത്താകുമ്പോൾ അയാൾ കുഴപ്പക്കാരൻ. എല്ലാ പാർട്ടിയും അത് തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ കൊള്ളാം. ഒരു അഗ്ലി ലൈനിലാണ് നമ്മുടെ സൊസൈറ്റി പോണത്. അത് നല്ല സിംറ്റം അല്ല. പൊളിറ്റിക്കൽ പാറ്റേണേജും പാടില്ല, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പാറ്റേണേജും പാടില്ല, ഇതും കൊടുക്കാൻ പാടില്ല, സംരക്ഷണം കൊടുക്കാൻ പാടില്ല, ഗവൺമെന്റും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബഹുഭൂരിപക്ഷം വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റത്തോട് അവർക്ക് റെസ്പെക്റ്റ് കാണത്തില്ല. അതൊരു ഡെമോക്രസിയുടെ ഒരു നല്ല വളർച്ചയല്ല. ഇപ്പം നവീൻ ബാബുവിന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, കുടുംബത്തിനോട് ആദ്യം തന്നെ പറയുന്നു, മാധ്യമങ്ങളിൽ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എപ്പോഴും പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒപ്പമാണെന്ന് പറയുന്ന, ആദ്യം അത് പറഞ്ഞു തുടങ്ങിയ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ എന്തുകൊണ്ട് നിരന്തരം പാർട്ടി സെക്രട്ടറിയുടെ കാര്യം പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. കാരണം PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത ആദ്യം അറിയിക്കാനായിട്ട് ഒരു പറ്റം CPM നേതാക്കളും വനിതാ നേതാക്കൾ, അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വനിതാ നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ജയിലിനകത്തേക്ക് കയറി PP ദിവ്യയെ നേരിട്ട് കണ്ട് സംസാരിച്ചത് PK ശ്യാമളയാണ്. അതായത് MP ഗോവിന്ദന്റെ ഭാര്യയാണ്. അപ്പോ PK ശ്യാമള ഇതിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നു. PK ശ്യാമളയുടെ ഒരു പഴയ വാർത്ത ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാവുന്നതാണ്. ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം. അന്ന് അദ്ദേഹത്തിന് വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകാത്തതിനെ തുടർന്ന് മനംനൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അന്ന് വലിയ തോതിൽ ആരോപണ വിധേയനായിരുന്നു. അതിനെപ്പറ്റി അന്വേഷണം നടന്നിരുന്നു, അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഒന്നും തന്നെ എങ്ങും എത്താത്തൊരവസ്ഥയായിരുന്നു. പാർട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമാനമായൊരു സംരക്ഷണം PP ദിവ്യയ്ക്കും ഒരുക്കിയിട്ടുണ്ട്. അതാണ് PP ദിവ്യ പുറത്തിറങ്ങി അന്ന് മുതൽ കണ്ടത്. ഇപ്പോ കഴിഞ്ഞ ദിവസം PP ദിവ്യ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ള, തന്റെ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളെ, യൂട്യൂബർമാരെ ഒക്കെ തന്നെ പൂട്ടിടാനായിട്ടുള്ള പരാതി
പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മഞ്ജുഷ നൽകുന്ന ഹർജിയെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. CBI അന്വേഷണം വേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലെന്ന് പറയുന്നു, പരസ്യമായി പറയുന്നു. കളക്ടറെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, കളക്ടർ നുണയനാണെന്നുള്ള കാര്യം തന്നെ എടുത്തു പറയുകയാണ്. ആ കളക്ടറുടെ മൊഴിയിലൂന്നിയാണ് കോടതിയിൽ പോലും വാദം നടന്നിരിക്കുന്നത്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുണ്ടായ കാരണത്തിൽ ഒന്ന് കളക്ടറുടെ മൊഴി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ്, ഒരേ സമയം ഇരയ്ക്കപ്പവും അതോടൊപ്പം തന്നെ വേട്ടക്കാരനെ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട്, അത് വലിയൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ? തീർച്ചയായും ഇരട്ടത്താപ്പാണെന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇരയെ സംരക്ഷിക്കുന്നു, പത്രങ്ങളും മാധ്യമങ്ങളോടും സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു, വേണ്ടപ്പെട്ട സഹായം ചെയ്തു കൊടുക്കുന്നു. തെറ്റ് ചെയ്തതിന് ശേഷം അത് തെറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ നമ്മൾ വിധി പറയുന്നു. കോടതിക്ക് മുമ്പേ നമ്മൾ കയറി വിധി പറയുന്നു. കേസിന്റെ തെളിവെടുപ്പ് നടക്കുന്ന മുമ്പേ നമ്മൾ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ സമീപിക്കുന്നു. അങ്ങനെ സമീപിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, കേസിനെ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നല്ല ലക്ഷണമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിടത്താണ് ഈ പ്രശ്നം. നമ്മളിപ്പോ സുരക്ഷിതമല്ല എന്ന് ഞാൻ വിചാരിച്ചാൽ, പിന്നെ ഞാനും നിങ്ങളെ വിചാരിച്ചാൽ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ സുരക്ഷിതമായ ഒരു സംവിധാനം കൂടി നമ്മളെ കയ്യിൽ കാണും. പലയിടത്തും ഉണ്ടല്ലോ, പല ആളുകളും അങ്ങനെയല്ലേ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ തോക്കിന്റെ ലൈസൻസിന് കൂടുതൽ അപ്ലൈ ചെയ്യും, സ്വയം നമ്മൾ തന്നെ. കാരണം സിസ്റ്റം നമുക്കിത് തരുന്നില്ല. ഞാൻ വീണ്ടും പറയല്ല, സിസ്റ്റം നമുക്ക് തരണ്ടേ, സുരക്ഷ തരണ്ടേ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണ്ടേ. പക്ഷെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം തന്നെ, അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ, എല്ലാ പാർട്ടിയുടെ ഒരു സ്ഥിതിയാണ്, പാർട്ടി തന്നെ എന്ത് ചെയ്യുന്നു, തെറ്റ് ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ബലി കൊടുക്കുന്നു, സ്വയം ബലി കൊടുക്കുന്നു. കാലാകാലങ്ങളിൽ ആ പാർട്ടിയോടുള്ള വിശ്വാസവും ജനങ്ങൾക്ക് കുറഞ്ഞു വരും. എപ്പോഴും ഒരു പാർട്ടിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് നേതാക്കളുടെയും അതിൻ്റെ പ്രവർത്തകരുടെയും പ്രവർത്തന ശൈലി കൂടി കണ്ടാണ്.